സ്വത്തിനെ ചൊല്ലിയുള്ള കുടുംബ വഴക്കുകളൊക്കെ സാധാരണമാണല്ലേ. ചില ആളുകൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയും പോലെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാറുണ്ട്. അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ കണ്ണമംഗലം സ്വദേശിയായ വിമുക്ത ഭടൻ വിജയൻ ഭാര്യയും മക്കളുമായുള്ള തർക്കത്തെ തുടർന്ന് തന്റെ സ്വത്തുക്കൾ ഒരു ക്ഷേത്രത്തിന് എഴുതി കൊടുത്തിരിക്കുകയാണ്. കണ്ണമംഗലം രേണുകാണ്ടപാൾ ക്ഷേത്രത്തിലാണ് 4 കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ എഴുതി നൽകിയത്. സ്വത്ത് കൈമാറിക്കൊണ്ടുള്ള രേഖകൾ ഭണ്ഡാരം ലഭിച്ചപ്പോഴാണ് ക്ഷേത്രം ഭാരവാഹികൾക്ക് ലഭിച്ചത് തന്നെ. എന്തായാലും അത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. നമുക്കിപ്പം KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, വഴക്കുകളൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്, പക്ഷെ ഇതൊരു അറ്റകൈയായി പോയില്ലേ? ജയലക്ഷ്മി, നമ്മൾ ഈ കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ചിലയിടത്തൊക്കെ അത് അതിരുവിട്ട് പോവാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഈ പറയാൻ പോകുന്ന കഥ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ കഥ കുറച്ചുകൂടി അതിരുവിട്ടതാണോ, അല്ലെങ്കിൽ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ പറയും, അത്തരത്തിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഏതായാലും ഈ കഥയിലെ നായകൻ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, വിമുക്ത ഭടനാണ്. അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ളത് ഏതാണ്ട് 4 കോടി രൂപ മൂല്യം വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ, ഇതിൽ അധ്വാനിച്ച് എടുത്ത ഒരു പണിതെടുത്ത വീടൊക്കെയുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരു ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ദാനം ചെയ്തു. അതിനുള്ള പിന്നിലുള്ള കാരണമാണ് ഏറ്റവും വിചിത്രം. ഈ വിജയനും ഭാര്യയും മക്കളും വേറിട്ടാണ് കഴിയുന്നത്. അതായത് ഇവർ തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നല്ല പോകുന്നത്. ഏതായാലും ഇവർക്ക് ഈ സ്വത്തുക്കൾ കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലേക്ക് ഈ വസ്തുവകകളുടെ രേഖകളെല്ലാം, അല്ലെങ്കിൽ ആധാരം പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ട് നിക്ഷേപിക്കുന്നത്. ഏതായാലും ഈ ഭണ്ഡാരം തുറന്ന് നോക്കിയപ്പോഴാണ് ഈ ക്ഷേത്ര അധികൃതർ ഈ ഇങ്ങനെയുള്ള രേഖകൾ കാണുന്നത്. തുടർന്ന് വിജയനെ വിളിച്ച് കാര്യം ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് ഇതെല്ലാം ദാനം ചെയ്യുകയാണ്, എനിക്ക് ബന്ധുക്കൾക്കൊന്നും നൽകേണ്ട ഒരാവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഇതറിഞ്ഞ് ഈ ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരൊക്കെ എത്തി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. എന്നാൽ പോലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്നാണ് ഈ വിജയന്റെ നിലപാട്. ക്ഷേത്രം അധികൃതരോട് ഈ ഒരു സ്വത്തുക്കൾ തിരിച്ചു നൽകണമെന്ന്, അല്ലെങ്കിൽ തങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഈ ഭാര്യയും മക്കളൊക്കെ ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി എന്ത് കിട്ടിയോ അതെല്ലാം ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് അല്ലെങ്കിൽ ഉള്ളാണ്, ആ ക്ഷേത്രത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് അത് തിരിച്ചു നൽകാനാവില്ല. ഇനിയിപ്പോൾ റവന്യൂ വകുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഈ ക്ഷേത്രം ഭാരവാഹികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ളൊരു കേസ് നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയാതെ ഒരു ഐഫോൺ ഈ തിരുവണ്ണാമല ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ ഒരു ഹുണ്ടികയിലേക്ക്, ഭണ്ഡാരത്തിലേക്ക് ഒരു ഐഫോൺ വന്നൊരു ഭക്തൻ്റെ പോയി. പക്ഷെ അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറായില്ല. ഏതായാലും അതിന് സമാനമായി തന്നെയാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത്. ഏതായാലും പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വഴക്കൊക്കെ സാധാരണമാണ്, പക്ഷേ ഇത്രയും 4 കോടിയോളം രൂപ വരുന്ന സ്വത്തുക്കളാണ് ക്ഷേത്രത്തിന് നൽകിയത്. അതും മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും കിട്ടരുത് എന്നൊരു